ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിലെ ഖുൽനയിലും രാജ്ഷാഹിയിലും വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യ അടച്ചുപൂട്ടിയതായി ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഖുൽനയിലും രാജ്ഷാഹിയിലും ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷാ സാഹചര്യം മോശമാകുമ്പോഴെല്ലാം ഞങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുന്നു. ഖുൽനയിലും രാജ്ഷാഹിയിലുമുള്ള വിസ കേന്ദ്രങ്ങൾ ഞങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ANIയോട് വ്യക്തമാക്കിയതാണ്. ധാക്കയിൽ വിസ അപേക്ഷാ കേന്ദ്രം പുനരാരംഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്ഷാഹിയിൽ ഇന്ത്യ വിരുദ്ധ ആധിപത്യ വേദിയായ ജൂലൈ 36 മഞ്ച ഇന്ത്യ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 നഗരത്തിലെ ഭദ്ര മോറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇന്ത്യ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന്റെ ഓഫീസിലേക്ക് നീങ്ങി. എന്നിരുന്നാലും പോലീസ് തടസ്സം കാരണം പരിപാടി പാതി വഴിയിൽ തടസ്സപ്പെട്ടു. മുന്നറിയിപ്പ് പ്രകാരം മാർച്ച് ആരംഭിച്ചപ്പോൾ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിന് ഏകദേശം 100 മീറ്റർ മുൻപ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് ജാഥ തടഞ്ഞു. തുടർന്ന് പങ്കെടുത്തവർ ബാരിക്കേഡുകൾക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി മുന്നോട്ടു പോകാൻ അനുവാദം ചോദിച്ചു. ഖുൽനയിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്.